ഹായ്, ഐ ആം ആതിര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന മൊഡ്യൂളിൽ തന്നെ ഉള്ളതാണ് അനാലിസിസ് ഓഫ് വാരിയൻസും. അപ്പോൾ അതിൽ അനോവ മോഡൽസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്താണ്, അതിൻ്റെ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മോഡൽസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, അനാലിസിസ് ഓഫ് വാരിയൻസിൻ്റെ ഷോർട്ടാണ്, അബ്രിവിയേറ്റഡ് ഫോമാണ് അനോവ എന്നുള്ളത്. The ANOVA is a procedure which separates the variation assignable to one set of causes from the variation assignable to other set of causes. ANOVA എന്ന് പറഞ്ഞത് ഒരു പ്രൊസീജിയറാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റയിൽ പല ഫാക്ടേഴ്സ് കൊണ്ടുള്ള വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വേരിയേഷനെ വേർതിരിക്കുക. ഒരു ഫാക്ടർ കൊണ്ടുള്ള വേരിയേഷനെ മറ്റുള്ള ഫാക്ടേഴ്സിൻ്റെ വേരിയേഷനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിനെയാണ്, അതിനുള്ള പ്രൊസീജിയറിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സോ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ക്വാളിറ്റിയാണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ കാണുന്നത് എങ്കിൽ, അതിൻ്റെ ക്വാളിറ്റീനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ എഫിഷ്യൻസി അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ടെമ്പറേച്ചർ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാറുണ്ട്, ക്ലൈമറ്റ് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിൽ നമുക്ക് അനാലിസിസ് ഓഫ് വാരിയൻസ് യൂസ് ചെയ്തിട്ട് ഈ ഓരോ ഫാക്ടർ കൊണ്ടുള്ള വേരിയേഷനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാനും, മൊത്തം ടോട്ടൽ വേരിയേഷനിലേക്ക് ഓരോ ഫാക്ടർ കൊണ്ടുള്ള വേരിയേഷൻ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഒരു എക്സാമ്പിളാണത്. 4 varieties of wheat are sown in plots and their yield per acre was recorded. We wish to test the null hypothesis that the 4 varieties of wheat produce an equal yield. Here the variation in yield may be due to differences in varieties, fertility of soil, fertilizers used, etc. അപ്പോൾ ഇവിടെ ഈൽഡാണ് നമ്മുടെ ഔട്ട്പുട്ട്. 4 വെറൈറ്റി ഓഫ് സീഡ്സ്, വീറ്റ്, ഗോതമ്പിൻ്റെ 4 വെറൈറ്റി ഓഫ് ഗോതമ്പ് നമ്മൾ നടുകയാണ്. അപ്പോൾ അത് അങ്ങനെ നടുന്ന സമയത്ത് അതിൻ്റെ ഈൽഡ്, അതിൽ നിന്നുള്ള ഈൽഡ് എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വാരി ചെയ്യും. സോയിൽ, മണ്ണ്, നമ്മൾ ഏത് സ്ഥലത്താണ് അത് നടുന്നത് എന്നുള്ളത് തന്നെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 2-3 പ്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2-3 പ്ലോട്ടിലെ മണ്ണിനനുസരിച്ച് വരും. ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന് വേരിയേഷൻ വരാം. ദെൻ നമ്മൾ 4 വെറൈറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 വെറൈറ്റിക്കും 4 ടൈപ്പായിരിക്കും, അത് 4 ഈൽഡ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പിന്നെ നമ്മുടെ ക്ലൈമറ്റൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും അനോവയിൽ നമ്മൾ ഒരു ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ ഫാക്ടേഴ്സ് കൊണ്ടുള്ള വേരിയേഷനും അല്ലെങ്കിൽ എല്ലാ സാമ്പിൾസിൻ്റെയും വേരിയേഷൻ ഈക്വൽ ആണ്. നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ കുറേ പോപ്പുലേഷൻസ് എന്നുള്ള സാമ്പിൾസ് ആണ് എടുക്കുന്നത് വെച്ചാൽ ആ പോപ്പുലേഷൻ്റെയൊക്കെ മീൻ ഈക്വൽ ആണ് എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എല്ലാ വെറൈറ്റീസിൽ നിന്നുള്ള ഈൽഡും ഈക്വൽ ആണ് എന്നെടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഓരോ ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റും കൂടി നമ്മൾ സെപ്പറേറ്റ് മെഷർ ചെയ്തിട്ടാണ് നോക്കുന്നത്. In ANOVA, we can estimate the contribution made by each factor to the total variation. ഓരോ ഫാക്ടറിൻ്റെ കൊണ്ടുള്ള എഫക്റ്റും ടോട്ടൽ വേരിയേഷനിൽ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ടോട്ടൽ വേരിയേഷനെ കമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് 2 കമ്പണൻ്റ് ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. വേരിയേഷൻ ബിറ്റ്വീൻ ദ സാമ്പിൾസും വേരിയേഷൻ വിത്തിൻ ദ സാമ്പിൾസും.
അതായത് നമ്മൾ ഡിഫറെൻറ്റ് പോപ്പുലേഷൻസിൽ നിന്നുള്ള സാമ്പിൾസ് എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പിൾസിൽ തമ്മിലുള്ള വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ്, ഒരു സാമ്പിളിൽ നിന്ന് മറ്റൊരു സാമ്പിളിലേക്കുള്ള വേരിയേഷൻ ഉണ്ടാകും. വേരിയേഷൻ വിത്തിൻ ദ സാമ്പിൾ, ഒരു സാമ്പിളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേരിയേഷൻ ഉണ്ടാകും. അതിനെയാണ് എറർ വേരിയേഷൻ അല്ലെങ്കിൽ റെസിഡ്വൽ വേരിയേഷൻ എന്നൊക്കെ പറയുന്നത്. വേരിയേഷൻ വിത്തിൻ ദ സാമ്പിൾ. അപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് തിരിക്കുന്നത്. ഇനി നമുക്ക് ഫാക്ടേഴ്സിൻ്റെ എത്ര ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഈ വേരിയേഷൻ ബിറ്റ്വീൻ ദ സാമ്പിൾസ് വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫാക്ടർ ആണെന്ന് അത് വേരിയേഷൻ ബിറ്റ്വീൻ ദ സാമ്പിൾ, ഒരു ഫാക്ടർ കൊണ്ടുള്ള ആ വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, രണ്ട് ഫാക്ടർ ആണെന്ന് ആ രണ്ട് ഫാക്ടർ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് ടേബിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഫാക്ടർ റോ വൈസും ഒരു ഫാക്ടർ കോളം വൈസും ആണ് എടുക്കുക. അപ്പോൾ കോളം വൈസുള്ള വേരിയേഷനും റോ വൈസുള്ള വേരിയേഷൻ എന്നിങ്ങനെ രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ച് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ് എത്ര എണ്ണം ഫാക്ടറിനനുസരിച്ച് സ്പ്ലിറ്റ് ആയിട്ട് വരും. റെസിഡ്വൽ വേരിയേഷന് അപ്പോഴും അതുപോലെ തന്നെയാണ്. ദെൻ അസംഷൻസ് ഇൻ അനാലിസിസ് ഓഫ് വാരിയൻസ്, അനോവയിലുള്ള ബേസിക് അസംഷൻസ് ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ അനോവ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അനോവ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പോപ്പുലേഷൻസ് ഫ്രം വിച്ച് സാമ്പിൾസ് ഹാവ് ബീൻ ഡ്രോൺ ആർ നോർമലി ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ സാമ്പിൾ എടുക്കുന്ന പോപ്പുലേഷൻ ഒക്കെ നോർമൽ ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദെൻ പോപ്പുലേഷൻ ഹാവ് ദ സെയിം വേരിയൻസ്, ഈ നമ്മൾ സാമ്പിൾ എടുക്കുന്ന പോപ്പുലേഷൻസിനൊക്കെ ഒരേ വേരിയൻസ് ആണ്. The observations in the sample are randomly selected and non-correlated random variables. റാൻഡം ആയിട്ടാണ് സാമ്പിൾസ് എടുക്കുന്നത്, സാമ്പിൾ ഒബ്സർവേഷൻസ് ഒക്കെ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അത് നോൺ കോറിലേറ്റഡ് റാൻഡം വേരിയബിൾസ് കൂടെ ആയിരിക്കും. ദെൻ എനി ഒബ്സർവേഷൻ ഈസ് ദ സം ഓഫ് ദ എഫക്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. ഓരോ ഒബ്സർവേഷനും നമ്മൾ ആ ഡാറ്റയിൽ എന്തൊക്കെ ഫാക്ടർ കൊണ്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടോ അതിൻ്റെയൊക്കെ സം ആയിരിക്കും. Then fifth, the random errors are normally distributed with mean 0 and common variance sigma square. Random errorന്റെ distribution normal ആയിരിക്കും, mean 0യും common variance എല്ലാത്തിനും same variance ആണ് sigma square. Then one way classification model. ഇനി മോഡലിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് മോഡലുകളാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ വൺ വേ അനോവയും two-way classification മോഡലിൽ two-way അനോവയും. ദെൻ മൾട്ടിവേരിയറ്റ് അനോവയൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. ദെൻ one-way classification model. In one-way classification, the data are classified according to only one criterion. അതായത് നമ്മുടെ ഡാറ്റ ഒരേ ഒരു ഫാക്ടറിന് അനുസരിച്ച് മാത്രമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഫാക്ടറിൻ്റെ എഫക്റ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വൺ വേ അനോവ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെയാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് we have k independent samples of sizes n1, n2, etc. nk from k populations with population means mu1, mu2, etc. mu k. The one-way ANOVA is designed to test h0 such that mu1 is equal to mu2 is equal to etc. equal to mu k. അതായത് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോപ്പുലേഷൻസ് ഉണ്ടാവും, ആ പോപ്പുലേഷൻസ് എന്നുള്ള സാമ്പിൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്ക് k പോപ്പുലേഷൻസ് ഉണ്ട്, അപ്പോൾ k പോപ്പുലേഷനിൽ നിന്ന് n1, n2, etc. nk സൈസുകളുള്ള k സാമ്പിൾസ് എടുക്കുകയാണ്. ദെൻ പോപ്പുലേഷൻ മീനുകൾ mu1, mu2, etc. mu k ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് h0 such that mu1 is equal to mu2 equal to etc. equal to mu k. എല്ലാ പോപ്പുലേഷൻ മീനുകളും ഈക്വൽ ആണ് എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇതിന് പ്രൊസീജിയർ, ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊസീജിയർ ആർ: ഫസ്റ്റ് വൺ, assume the means of the population from which the k samples are drawn are equal. നമ്മൾ എന്തൊരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ h0 ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ h0 എന്ന് പറഞ്ഞാൽ k പോപ്പുലേഷൻ്റെ മീനുകൾ ഈക്വൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ
നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര ഇത് വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് കെയുടെ വാല്യൂ വരിക. ഇപ്പോൾ എച്ച് നോട്ട് സച്ച് ദാറ്റ് μ1 is equal to μ2 equal to etc equal to μk എന്നുള്ളത് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് കമ്പ്യൂട്ട് മീൻ സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾസ്. ബിറ്റ്വീൻ സാമ്പിൾ വേരിയേഷൻ്റെ മീൻ സ്ക്വയർ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. മീൻ സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിൾസ് MSC വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾസ് MSE. എറർ വേരിയേഷൻ്റെ മീൻ സ്ക്വയർ MSE വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും ഫോർ ദിസ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അതൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, T is equal to sum of all observation in rows and columns. അതായത് നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും ടേബിളിൽ. അപ്പോൾ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സമ്മാണ് T എന്ന് പറയുന്നത്. ദെൻ SST കാണണം. SST എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് T² ബൈ N. ഓരോ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. ഇപ്പം എല്ലാ ഒബ്സർവേഷൻ്റെയും സ്ക്വയറിൻ്റെ സം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതിൽ നിന്ന് മൈനസ് T² ബൈ N ചെയ്യുക. N എന്ന് പറയുന്നത് എത്ര ഒബ്സർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ T² ബൈ N എന്നുള്ളതിന് കറക്ഷൻ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SST കിട്ടും. ദെൻ SSC, അതായത് നമ്മുടെ ഒരു ഫാക്ടർ കൊണ്ടുള്ള ആ വേരിയേഷൻ്റെയാണ് SSC വരുന്നത്. ഇവിടെ കോളം വൈസ് ആണ് ഡാറ്റ ഉണ്ടാവുക സാധാരണ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോളത്തിൽ SSCയുടെ കോളം സം ഓഫ് സ്ക്വയേഴ്സ് SSC is equal to sigma x1 square by n1 plus sigma x2 square by n2 plus etc plus sigma xc square by nc minus T² by N. ഇവിടെ സിഗ്മ x1, സിഗ്മ x2 എക്സെട്ര സിഗ്മ xc ഡിനോട്ട് ചെയ്യുന്നത് കോളം ടോട്ടൽസ് ആണ്. ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ കാണാം, സ്ക്വയർ ചെയ്യുക, ഡിവൈഡ് ബൈ ആ കോളത്തിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് പ്ലസ് അടുത്ത കോളത്തിൻ്റെ ടോട്ടൽ ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ഡിവൈഡ് ബൈ ആ കോളത്തിൽ എത്ര എലമെൻ്റ് ഉണ്ട്, അങ്ങനെ എത്ര കോളം ഉണ്ട് അതുവരെയാണ് ചെയ്യേണ്ടത്. മൈനസ് T² ബൈ N ചെയ്യാം. അപ്പോൾ N1, N2 എക്സെട്ര NC എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ ഈച്ച് കോളമാണ്. C എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ദെൻ D അടുത്ത ഇത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് SSE is equal to SST മൈനസ് SSC. അതായത് എറർ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയറിൽ നിന്ന് കോളം സം ഓഫ് സ്ക്വയർ കുറയ്ക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് E എന്ന് പറയുന്നത് MSE. MSCയും MSEയും കാണാനാണ് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചത്. MSC മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളംസ് is equal to SSC divided by C minus 1 and MSE is equal to SSE divided by N minus C. ഇവിടെ N ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, MSCയിൽ നമ്മൾ കോളം സം ഓഫ് സ്ക്വയേഴ്സ് ഡിവൈഡ് ബൈ കോളത്തിൻ്റെ എണ്ണം -1. അതുപോലെ SSEയിൽ ടോട്ടൽ ഒബ്സർവേഷൻസ് നിന്ന് കോളത്തിൻ്റെ എണ്ണം കുറയ്ക്കുക, ഡിവൈഡ് ബൈ. അപ്പോൾ ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് എഫ് റേഷ്യോ. എഫ് റേഷ്യോ എന്ന് പറയുന്നത് F is equal to MSC divided by MSE. എഫ് ടെസ്റ്റ് ആണ്, എഫ് വെച്ചിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ ഒന്ന് തീരുമാനിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക് നമ്മുടെ എഫ് ആണ്. F is equal to MSC divided by MSE ആണ്. ഇത് ഫോളോ ചെയ്യുക C-1, N minus C ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അത് നോക്കുക, മുകളിലുള്ള അതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നു, അതേപോലെ താഴത്തേൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, അത് വെച്ചിട്ടാണ് അത് വരുന്നത്. അപ്പോൾ obtain the table value of F for C-1, N minus C degrees of freedom. If calculated value greater than the table value, reject H0, otherwise accept it. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മുടെ ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് പ്രൊസീജിയർ. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അനോവ ടേബിൾ കൂടെ വരച്ചിടണം. അപ്പോൾ അനോവ ടേബിൾ പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വാല്യൂസിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് വരയ്ക്കുന്ന ടേബിളാണ്
ഫസ്റ്റ് വണ് അതിൽ ഫസ്റ്റ് കോളം സോഴ്സ് ഓഫ് വേരിയേഷൻ, സെക്കൻഡ് കോളം സം ഓഫ് സ്ക്വയേഴ്സ്, തേർഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദെൻ മീൻ സ്ക്വയേഴ്സ്, വാരിയൻസ് റേഷ്യോ അല്ലെങ്കിൽ എഫ്. ദെൻ സോഴ്സ് ഓഫ് വേരിയേഷന് നമുക്ക് വൺ വേ അനോവേ ആയതുകൊണ്ട് ബിറ്റ്വീൻ സാമ്പിൾസും വിത്തിൻ സാമ്പിൾസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിറ്റ്വീൻ സാമ്പിൾസ് SSCയുടെ വാല്യൂ എന്താണ് അതിവിടെ എഴുതാം. ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതിൻ്റെ C-1 ആയിരുന്നു. മീൻ സ്ക്വയേഴ്സ് MSC ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതേപോലെ വിത്തിൻ സാമ്പിളാണ് എറർ അല്ലെങ്കിൽ റെസിഡുവൽ. അപ്പോൾ SSEയുടെ വാല്യൂ കിട്ടിയത് ഇവിടെ എഴുതാം. ദെൻ N-Cയുടെ വാല്യൂ എഴുതാം, MSE എഴുതാം. ദെൻ F റേഷ്യോ എന്താണ് കിട്ടുക അത് എഴുതാം. ദെൻ ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് SST ആണ്, സം ഓഫ് സ്ക്വയേഴ്സ് SST, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1. ഇത്രയും ചെയ്തിട്ട് ടേബിളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു.